ഇന്ന് പ്രധാനമായിട്ടും കാണിക്കാൻ പോകുന്നത് നമ്മുടെ വയറിംഗ് ആണ്. എന്തുകൊണ്ടത് എടുക്കുന്നു എന്നുള്ളത് ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കും പറയാം. വിൽവെക്സ് കേബിൾസ്, പിന്നെ ക്വാളിറ്റി കോപ്പറിൻ്റെ ക്വാളിറ്റി, PVCയുടെ ക്വാളിറ്റി ഭാവിയിൽ അത് ബാധിക്കും. ഇതിനകത്ത് പ്രൊഡക്റ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? റെഡ് കളറാണ്. ഓക്കെ, അതിന്റെ ബ്ലാക്ക് 2.1 എർത്ത. ഇതൊരു സർക്യൂട്ടാണ്, ഒറ്റ സർക്യൂട്ട്. അത് AC ക്ക് നമ്മൾ പ്രത്യേക സർക്യൂട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് എർത്തും പ്രത്യേകമാണ്. അത് ബെഡ്റൂമിൽ മാത്രമേ വലിച്ചിട്ടുള്ളൂ. ഈ ഒരു കേസിൽ അങ്ങനെ ഒരു വേസ്റ്റേജ് ഇല്ല. ടോട്ടൽ ആയിരിക്കുന്നത് 50. നമസ്കാരം. നമ്മുടെ വീടിൻ്റെ വർക്കുകൾ ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അന്ന് നമ്മുടെ ലൈവിൽ പറഞ്ഞിരുന്നു ഏകദേശം മെയ് മാസം അവസാനത്തോടെ കയറാനാണ് ആലോചിക്കുന്നത്. ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് പ്രധാനമായിട്ടും കാണിക്കാൻ പോകുന്നത് നമ്മുടെ വയറിംഗ് ആണ്. പലപ്പോഴായിട്ട് നമ്മുടെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടുത്തിരിക്കുന്ന വയർ വിൽവെക്സ് കേബിൾസാണ്. അത് നമ്മുടെ തൃശ്ശൂരാണ്. നമ്മുടെ നാട്ടിൽ തന്നെ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്. എന്തുകൊണ്ടത് എടുക്കുന്നു എന്നുള്ളത് ഞാൻ ഇത് കഴിയുമ്പോഴത്തേക്കും പറയാം. അപ്പോൾ ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്ന നമ്മുടെ വയറിങ്ങിൻ്റെ വീഡിയോ ആണ്. ആ വയറുകളെ കുറിച്ചിട്ടാണ്. ഞാൻ അജയ് ശങ്കർ, ഹോം ആൻഡ് കൊമേഴ്ഷ്യൽ ഇൻ്റർനെറ്റ് കൺസൾട്ടൻറ്റ്. എൻ്റെ വീട് ആനന്ദത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഈ വീഡിയോ നേരത്തെ നമ്മൾ കണ്ടതായിരുന്നു. അതായത് കേബിൾ എടുക്കാൻ പറ്റും. എൻ്റെ വീട്ടിലേക്ക് അന്ന് തന്നെ ഞാൻ തീരുമാനിച്ച് അവിടെ ചെന്ന് കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷമാണ് എടുക്കാമെന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇത് ഞാനൊരു സുഹൃത്ത് വഴി, എൻ്റെ ഒരു ആർക്കിടെക്റ്റ് ഉണ്ട്, അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് വഴി ഞാൻ ഇദ്ദേഹത്തെ ബന്ധപ്പെടുകയും അതുപോലെ എൻ്റെ ഒരു എന്താ പറയുക ഇലക്ട്രിക്കൽ എഞ്ചിനീയർ, അദ്ദേഹമാണ് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് എനിക്ക് പറഞ്ഞു തരുന്നത്. നമ്മൾ ആ കമ്പനി ചെന്നു, വിനയായിട്ട്, അതായത് കമ്പനിയുടെ ഓണർ, അദ്ദേഹത്തിൻ്റെ മകൻ വിനയായിട്ട് ബന്ധപ്പെട്ടു. അതിന് ശേഷമാണ് ഞാൻ ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് ആദ്യമായിട്ട് അറിയുന്നതും. അന്ന് ആ വീഡിയോ ഞാൻ നിങ്ങളെ കാണിച്ചതായിരുന്നു. ഇതാണ് നമ്മുടെ പ്രൊഡക്റ്റ്, വിൽവെക്സ് കേബിൾസ്. രജിസ്ട്രേഷനൊക്കെ ഉള്ള ISI ഉള്ള ISO ഉള്ള ഒരു ഫേമാണ്. ഇതതിൻ്റെ 2.5 ആണ് ഞാൻ കാണിച്ചത്. അടുത്തോടെ വന്നിട്ട് ഇതാണ് അതിൻ്റെ 1-ൻ്റെതും 2.5-നാണ് എൻ്റെ ഇരിക്കുന്നത്. ഇതിൽ എന്തുകൊണ്ട് ഇതിലോട്ട് പോയി എന്ന് ചോദിച്ചാൽ ആദ്യം അതിനെക്കുറിച്ച് പറയാം. നമ്മുടെ നാട്ടിൽ നിർമ്മിക്കുന്ന, അതായത് കേരളത്തിൽ തന്നെ തൃശ്ശൂരാണെന്നൊന്ന് പറഞ്ഞിരുന്നു. നമ്മൾ പോയി അതിൻ്റെ ഫാക്ടറി ഫുള്ളായിട്ട് കണ്ടാണ്. അവിടെ നിർമ്മിക്കുന്ന ഒരു പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്ത് നിർമ്മിക്കുന്ന ഒരു പ്രോഡക്റ്റ്. ഇത് ഡയറക്റ്റ് കമ്പനി തന്നെ നമുക്ക് അഷുറൻസ് തരുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ റീസൺ. പിന്നെ ക്വാളിറ്റിയാണ് ഒന്നാമത്തെ റീസൺ പറയേണ്ടത്. ശരിക്കും ഒന്നാമത്തെ റീസൺ ക്വാളിറ്റി തന്നെയാണ്. ക്വാളിറ്റി ഇത് ചെയ്തിട്ട് നമ്മുടെ ഇവിടെ വയറിങ് ചെയ്യുന്ന, ഇലക്ട്രിക്കൽ ചെയ്യുന്ന സാബുചേട്ടൻ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നമുക്ക് അദ്ദേഹത്തോട് ഇത് കഴിയുമ്പോൾ ചോദിക്കാം. അപ്പോൾ അവർ പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുമോ, ബാക്കിയെല്ലാം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് അദ്ദേഹം. പുള്ളി അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയും. പക്ഷേ ക്വാളിറ്റിയെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും നമ്മൾ പലപ്പോഴും ഇതിനകത്ത് കോപ്പറിൻ്റെ ക്വാളിറ്റി, PVCയുടെ ക്വാളിറ്റി, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് കേബിൾസിനോട് കിടപിടിക്കുന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റാണ്. പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇതൊരു FRLSH, അതായത് എനിക്ക് തോന്നുന്ന ഫയർ റിട്ടാർഡൻ്റ് ലോ സ്മോക്കിംഗ് ലോ ഹാലജൻ, അത് FRLSH എന്ന് പറഞ്ഞാൽ അബ്രിവേഷൻ ഫോമാണ് പറഞ്ഞത്. അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ്. പിന്നെ പലപ്പോഴും ഈ കേബിൾ കമ്പനികൾ ക്ലാസ് 2, ക്ലാസ് 5 അങ്ങനെയുള്ള 2 പ്രോഡക്റ്റുകൾ ഇറക്കാറുണ്ട്. ഇതിൽ തന്നെ ക്ലാസ് 2 കേബിൾസ് മാത്രമേ ഇവർ ഇറക്കുന്നുള്ളൂ. അതായത് ക്വാളിറ്റി, ഒരു സിംഗിൾ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ്. അവിടെ ചെന്നിട്ട് ഇപ്പം ഞാൻ പറയുന്ന ഒന്നും വലിയ കാര്യമൊന്നുമില്ല, ഇത് ഞാൻ പോയി എക്സ്പീരിയൻസ് ചെയ്താണ്. നിങ്ങൾക്ക് തൃശ്ശൂർ ചെന്ന് അവരിത് നിർമ്മിക്കുന്ന, അന്നും നമ്മുടെ ഇതിൻ്റെ ഓണർ പറഞ്ഞിരുന്നു ഇത് വലിയ സംഭവമൊന്നുമല്ല ഇതിൻ്റെ നിർമ്മാണം. അപ്പോൾ അവനെ നിർമ്മിക്കുന്നിടത്ത് ചെന്ന്, പിന്നെ അവരുടെ ടെസ്റ്റിംഗ് ലാബുണ്ട്, അതൊക്കെ നിങ്ങൾക്ക് കണ്ട് നേരിട്ട് പോയി ബോധ്യപ്പെട്ട് എടുക്കുക എന്നുള്ളതാണ്. പിന്നെ ചെറിയ കേബിൾ നമ്മൾ പറയും, പക്ഷേ ഇതിന് അത്രമാത്രം വാല്യൂ ഉണ്ട് നമ്മൾ വീട് ചെയ്യുമ്പോഴത്തേക്കും. അങ്ങനെയുള്ളൊരു പ്രോഡക്റ്റാണ്. ഇതൊക്കെ കൊണ്ടിട്ടാണ് എനിക്ക് ബോധ്യപ്പെട്ട ഒന്ന് എടുത്തു എന്ന് മാത്രം. ISI ഒക്കെയുള്ള എല്ലാ തരത്തിലുള്ള സർട്ടിഫിക്കേഷൻസും അഫിലിയേഷൻസും ഒക്കെയുള്ള ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ അഫിലിയേഷൻസുള്ള ഒരു ഫേം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ്, ഇത് ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നൊക്കെയുള്ള നമ്മുടെ സൗചേട്ടനോടൊന്ന് ചോദിച്ച് നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാം. സൗചേട്ടാ നമസ്കാരം. 2-3 ദിവസമായിട്ട് പണി നമ്മുടെ വയറിങ്ങിൻ്റെ പൊയ്ക്കൊണ്ടിരിക്കുക. സൗചേട്ടൻ ഇവിടെ അടുത്ത് തന്നെയാണ്, കോട്ടയത്ത് തന്നെയാണ്. നമ്മുടെ ഒറാൻസായ ബിൽഡേഴ്സിൻ്റെ വർക്കൊക്കെ സൗചേട്ടനാണ് ഇവിടെ ചെയ്യുന്നത്. അവരുടെ എല്ലാ വർക്കുകളും ചെയ്യുന്നത് നിങ്ങൾ തന്നെയാണല്ലേ? ഫസ്റ്റ് ആദ്യം ചോദിക്കട്ടെ, നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് വിൽവെക്സ് എന്നുള്ള കേബിൾ ഞാൻ സൗചേട്ടനോട് പറയുമ്പോൾ സൗചേട്ടൻ ചെയ്തുകൊണ്ടിരുന്ന ഒരുപാട് പ്രോഡക്റ്റ് ഉണ്ട്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത്, ശരിയല്ലേ? ഇത് ചെയ്തപ്പോഴത്തേക്കുള്ള ഒരു ഫസ്റ്റ് ഇംപ്രഷൻ പറഞ്ഞാട്ടെ. ഞാൻ ആദ്യമായിട്ടേ പറയാം. എൻ്റെ പേര് ജോസഫ് കോശി എന്നാണ്. പേരെങ്ങനെയാണ്? എൻ്റെ പേര് ജോസഫ് കോശി എന്നാണ്. പക്ഷേ സാബു എന്നാണ് ഇപ്പം അജയ് സാറിനെ വിളി സാബു ചേട്ടാന്ന് വിളി. സാബു എന്ന് പറഞ്ഞാൽ മിക്കതും എന്നെ അറിയത്തുള്ളൂ. ഞാനൊരു ചെറിയൊരു ഇലക്ട്രിക്കൽ കോൺട്രാക്റ്റാണ്. 30 വർഷത്തിന് പുറത്തായി ഞാൻ വർക്ക് ചെയ്യുന്നത്. ചെറുതല്ല. അപ്പോൾ ഞാൻ പല ബ്രാൻഡുകൾ വയറിങ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ സാറിൻ്റെ സൈറ്റിലോട്ട് ചെന്നപ്പോൾ ഈ വയർ ഞാൻ ആദ്യമായിട്ട് കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് ഈ വയർ കാണുന്നത്. എനിക്കിതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. ഞങ്ങളത് നോക്കിയപ്പോൾ എനിക്കൊരു
എനിക്ക് ഞാൻ കേട്ടിട്ടില്ലല്ലോ ഈ കമ്പനിയെ പറ്റി എന്ന് ചോദിച്ചു. അപ്പം ഞാനും എൻ്റെ സുഹൃത്തുക്കളും തമ്മിൽ അത് വർക്ക് ചെയ്തു. ഇന്നലെ കംപ്ലീറ്റ് അതിൻ്റെ വർക്കിംഗ് ആയിരുന്നു. അപ്പോൾ വൈകിട്ടായപ്പോൾ ഞങ്ങൾ പറഞ്ഞു നല്ല വയറിംഗ് ആണല്ലോ, അതായത് ബ്രാൻഡഡ് കമ്പനികൾ, അതായത് ഞാനിപ്പോൾ എല്ലാത്തിനും ഒരു ഉദാഹരണത്തിന് പേര് പറയാം, ഫിനോലെക്സ്, ഹാവൽസ്, RR, അതിനെക്കാട്ട് ഒരുപടി മുന്നിലാണെന്ന് എനിക്ക് തോന്നുന്നു. ചെയ്യുമ്പോഴത്തേക്ക് അത് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ ഞാൻ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞില്ല, എക്സ്പെൻസ് കാര്യം പറഞ്ഞില്ലേ, നമ്മൾ ഈ വയറെടുത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് അതിനെപ്പറ്റി അറിയാൻ പറ്റും. ഈ വയർ എങ്ങനെയാണ്, ഏതാണ് ഗേജും കാര്യങ്ങളൊക്കെ നമുക്ക് ഗേജ് അല്ലേ, അത് കോപ്പറിന്റെയും PVC ഒക്കെ നമ്മളതിൻ്റെ ഇൻസ്റ്റലേഷൻ കഴിയുമ്പോൾ അതിൻ്റെ കോപ്പർ കാണുമ്പോൾ തന്നെ നമുക്കത് അറിയാൻ സാധിക്കും. പക്ഷെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വയർ നല്ലൊരു വയറാണ്, പ്രൊഡക്റ്റ് തന്നെയാണ്. യെസ്, ഓക്കെ. അപ്പോൾ നമുക്കിവിടെ ഇട്ട് തരാനായിട്ട് സോനു നിൽപ്പുണ്ട്. സോനു ഇട്ടാ ഇതാ, അതായത് ഇത് നമ്മൾ ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഒരു വയറിങ് ചെയ്യുന്നു. വയറിങ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം പറയുന്നത് ഇതിൻ്റെ വില ഒരു കസ്റ്റമർ, ഇപ്പം എനിക്കിത് അറിയാം, പക്ഷേ എങ്കിൽ ഇപ്പോൾ ഒരു കസ്റ്റമർ വീട്ടിലോട്ട് എടുക്കുമ്പോഴത്തേക്കാണ് ഇതിൻ്റെ ഒരു ഹ്യൂജ് എമൗണ്ട് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു വയറിങ് ചെയ്യുന്ന സമയത്ത് വയർ എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൺസീൽ ചെയ്ത് പോകേണ്ട ഒരു സാധനമാണ്, ശരിയല്ലേ? എന്നൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. കൺസീൽ ചെയ്ത് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ പൈപ്പിങ് ചെയ്യുമ്പോൾ ഒരു പൈപ്പിൻ്റെ അകത്ത് എത്ര വയർ പോകണം എന്നൊക്കെ ഉണ്ട്. ഒരു 20 mm പൈപ്പ് ആണെങ്കിലും 25 mm ആണെങ്കിലും അതിൻ്റെ അകത്ത് നമ്മൾ വയറിങ് എത്ര ഗേജുള്ള എത്ര വയർ പോകണം, അതിൻ്റെ അകത്ത് എയർ സർക്കുലേഷൻ നടക്കണം എന്ന രീതിയിലുള്ള സംഭവങ്ങളുണ്ട്. അത് മിക്ക ആൾക്കാരും അങ്ങനെ ചെയ്യുന്നില്ല. അതായത് കുറ്റമായിട്ട് പറയുമല്ല, അതായത് എക്സ്പീരിയൻസ് ഇല്ല ആൾക്കാർ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് ഒരു പൈപ്പിൻ്റെ അകത്ത് തന്നെ 25 വയറൊക്കെ കയറ്റി വരും. അത് ഭാവിയിൽ അത് ബാധിക്കും. അതായത് ഒരു വയറെന്ന് ഇലക്ട്രിക്കിൻ്റെതില്ലേ, ഇലക്ട്രിക്കും അത് ചൂടാകാം, എയർ സർക്കുലേഷൻ നടക്കാനത് കത്തിപ്പോവാം. കേട്ടിട്ടില്ലേ, കത്തിപ്പോകുന്നു, വീട് കത്തുന്നു, അങ്ങനെ അപകടം ഉണ്ടാകുന്നു, ഷോർട്ട് ആയിട്ടുണ്ടാകും, അങ്ങനെയൊക്കെ ഇതുണ്ട്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. പിന്നെ ഓരോ പവറിനും ഒരു AC-ക്കും ഓരോ സർക്യൂട്ടിനൊക്കെ പ്രത്യേകം ഗേജുള്ള വയറുകളുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് മിക്ക വീട്ടുകാർക്കും ഇലക്ട്രിക്കിനെ പറ്റി അങ്ങനെ അറിയത്തില്ല. നമ്മളിപ്പോൾ വീട്ടുകാർ നോക്കുമ്പോൾ സ്വിച്ച് ഇടുന്നു, ലൈറ്റ് കത്തുന്നു, അവർക്ക് അത്രയേ അറിയത്തുള്ളൂ. അതിൽ കൂടുതലൊന്നും അവർക്ക് അറിയാൻ സാധിക്കത്തില്ല. അപ്പോൾ നമ്മൾ തന്നെയാണ് നമ്മൾ നല്ലൊരു വിദഗ്ധന്മാരെ നല്ല അന്വേഷിച്ചിട്ട് നല്ലൊരു ഇലക്ട്രീഷ്യൻ കൊണ്ട് അത് കൈകാര്യം ചെയ്യണം. അല്ലെങ്കിൽ ഒരു ഇലക്ട്രീഷ്യൻ കൊണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവർക്കത് പൂർണ്ണമല്ലെങ്കിൽ അവരറിയുന്ന ആരെങ്കിലും, അതായത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിനെ കൊണ്ടിട്ട് അത് ചെക്ക് ചെയ്യിപ്പിക്കണം. അത് ആദ്യമേ നമ്മൾ ചെയ്യണം, അല്ലാതെ അവസാനം കൊണ്ടിട്ട് കാര്യമില്ല. ഒരു പൈപ്പ് ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക് എഞ്ചിനീയർ വന്ന് ആ പൈപ്പ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും ഇവനൊരു ഇലക്ട്രീഷ്യനാണ്. അപ്പോൾ അവിടെ എത്ര സർക്യൂട്ടുകൾ പോകുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പൈപ്പിംഗ് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും. പിന്നെ വയർ വലിച്ച് കഴിയുമ്പോൾ അതും നോക്കുമ്പോൾ ഒരു ഇലക്ട്രിക് എഞ്ചിനീയറെ കണ്ട് അത് അന്വേഷിക്കണം, ചെക്ക് ചെയ്യണം. അതൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ മിക്ക വീട്ടുകാരും അങ്ങനെ ചെയ്യാറില്ല. മിക്ക തന്നെ റേറ്റ് കുറഞ്ഞ വർക്കൊക്കെ എടുത്തിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. അത് കുറച്ച് നാൾ കഴിയുമ്പോൾ, ഒരു വർഷം കഴിയുമ്പോൾ ഇതിൽ പ്രശ്നം ഉണ്ടാകും. കണ്ടിട്ടില്ലേ, വീട് കത്തുന്നു, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാകുന്നു എന്നൊക്കെ അതിലൊരു അശ്രദ്ധ മൂലമുള്ള എക്സ്പീരിയൻസ് ഇല്ലാത്ത ആൾക്കാരെ കൊണ്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ്. എൻ്റെ ഒരു സംശയം ചോദിച്ചോട്ടെ, ചിലപ്പോൾ കാണുന്നവർക്ക് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഇത് കണ്ടില്ലേ, 2.5 സ്ക്വയർ, അതുപോലെ 1 സ്ക്വയർ, ഇത് രണ്ടിലും ഇതിനകത്ത് പ്രൊഡക്റ്റുകൾ തമ്മിൽ വ്യത്യാസമുണ്ടോ? പ്രൊഡക്റ്റ് തമ്മിൽ വ്യത്യാസമുണ്ട്. അത് ഗേജ് കൂടുതലുണ്ട്. ഇതിൽ കോപ്പർ എന്നുള്ള അളവ് കൂടുതലാണ് ഇതിൻ്റെ 2.5. ഇത് 1 ആണ്, അതിൻ്റെ ഗേജ് കുറവാണ്. അത് ഇതിൻ്റെ 4 ഉണ്ട്. 4 നമ്മളിപ്പോൾ ഈ 2.5 എന്ന ഉദാഹരണം പറയാം. ഒരു 2.5 എന്ന് പറഞ്ഞാൽ നമ്മൾ പവറിനൊക്കെ പവർ സ്വിച്ച്, പവർ എന്ന് പറഞ്ഞാൽ ഓവൻ, വാഷിംഗ് മെഷീൻ, ഫ്രിഡ്ജ് എന്നൊക്കെയാണ് 2.5 ഉപയോഗിക്കുന്നത്. പിന്നെ ഇപ്പോൾ 110-ന്റെ ഒക്കെ AC-ക്കൊക്കെ 2.5 ഉപയോഗിക്കുന്നുണ്ട്. അത് 1.5 ടൺ കഴിയുകയാണെങ്കിൽ നമുക്ക് 4 ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. അതിലോട്ട് പോകണം. ഇതെന്നൊക്കെ വരുമ്പോൾ സ്വിച്ചസ് ഇതൊക്കെ നമുക്ക് 1-ന്റെ വയർ, അത് ലൈറ്റുകൾ ഒക്കെയാണ് നമ്മൾ ഈ 1-ന്റെ വയർ യൂസ് ചെയ്യാറുള്ളത്. ശരി. ഇനി ഇതിനകത്ത് ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, നമ്മുടെ പണ്ടെന്ന് പറഞ്ഞാൽ ഷോർട്ട് ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു ഇത് അടിച്ചു പോവുക അങ്ങനെയുള്ള പരിപാടികളാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ എല്ലാം ഡ്രിപ്പിംഗ് ആണ്. അത് നമ്മൾ കൂടുതൽ ഇൻസുലേഷൻ്റെ ഭാഗമായിട്ട് ചെയ്തിരിക്കുന്നതാണോ? അതൊരു നമ്മൾ എർത്ത് ലീക്കേജ് സർക്യൂട്ട് ബ്രേക്ക്, അത് ELCB എന്ന് പറയും, അറിയപ്പെടുന്നത് ELCB. അത് മിക്ക വീട്ടിലും വെക്കണം. ഞാനിപ്പം ചില വീട്ടിലൊക്കെ മെയിൻ്റെനൻസ് പോയാൽ ചില വീട്ടിൽ അത് വെക്കാറില്ല. അതിന് ചെറിയ എമൗണ്ട് കൂടുതലാണ്. അപ്പോൾ ഒരു 3 ഫേസിൻ്റെ ഒക്കെ ആണെങ്കിൽ അതിനൊരു 3000 ചില്ലാനൊക്കെ മിക്ക വീട്ടുകാരും വെക്കാറില്ല. പക്ഷെ നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ല, അപകടങ്ങൾ സംഭവിക്കുന്നു, മോട്ടർ കൈകാര്യം പോകണമെന്ന്, ഫ്രിഡ്ജിൽ ഷോക്ക് വരുന്നു. അത് ELCB ഉണ്ടെങ്കിൽ ഇതൊന്നും സംഭവിക്കും, പ്രോബ്ലം വരത്തില്ല. അത് വെക്കുന്നതായിരിക്കും നല്ലത്. എന്തെങ്കിലും എർത്ത് കൊണ്ട് എന്തെങ്കിലും ലീക്കേജ് ഉണ്ടായാൽ അത് ഉടനെ ട്രിപ്പാകും. ശരി. പിന്നെ അതുപോലെ അത് നല്ല പക്ക എർത്തിങ്ങും വേണം. എർത്തിങ് നമ്മൾ ചെയ്യണം. മിക്കവരൊക്കെ എർത്തിങ് എന്ന് പറഞ്ഞാൽ ഒരു എർത്ത് 2.5 അല്ലെങ്കിൽ 1.5 എർത്ത് വെച്ചാൽ അതിൽ നിന്നായിരിക്കും ലൂപ്പ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓരോ പവർ പ്ലഗിനും പ്രത്യേകം എർത്ത് ചെയ്യണം. അത് നല്ലപോലെ എർത്തിങ് ചെയ്ത് നല്ലപോലെ ട്രിപ്പാകും, ഒരു അപകടം ഉണ്ടാകത്തില്ല. ഇനി പ്രധാനമായിട്ട് ഇപ്പം നമ്മൾ ഇതിനകത്ത് കൺസീലായിട്ട് ചെയ്തിട്ട വയറെല്ലാം നമ്മൾ വലിച്ചിട്ടേക്കുന്ന ഇവിടെ കാണാം അല്ലേ? ഇല്ല, ഇതിപ്പോൾ നമ്മളെല്ലാം വച്ചിട്ടില്ല. ഞാൻ പറഞ്ഞ ഇന്നലെ വർക്ക് തുടങ്ങിയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു റൂമിൽ സർക്യൂട്ടുകൾ മാത്രമേ ഞാൻ ഇങ്ങോട്ട് വലിച്ചിട്ടുള്ളൂ. അതായത് ഒരു റൂമിൽ നമ്മൾ ഒരു ഹീറ്റർ, ഒരു AC,
ലൈറ്റ് സർക്യൂട്ട് അതിന് താണ്ടുള്ള വയറുകളാണ് ഇതെല്ലാം. അതിന് പ്രത്യേകം എർത്തിങ് സർക്യൂട്ട് ആയിട്ടിരിക്കുന്നത്. അതായത് നമ്മൾ 4-ൻ്റെയാണ് നമ്മൾ AC വലിച്ചിരിക്കുന്നത്. നമ്മൾ ഇതാണ് റെഡ് കളറാണ്. അതിന്റെ ബ്ലാക്ക് 2.1 എർത്ത ഇതൊരു സർക്യൂട്ടാണ്, ഒറ്റ സർക്യൂട്ട്. അത് AC നമ്മൾ പ്രത്യേക സർക്യൂട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിന്റെ എർത്തും പ്രത്യേകമാണ്. അത് നേരിട്ട് നമ്മൾ DV-ലോട്ട് കണക്ട് ചെയ്യും. അതേ ലൈറ്റ് ഹീറ്ററിന് 2.5 ആണ്. കാരണം ഞാൻ 2.5 വയറുണ്ട്. അതിനും പ്രത്യേകം എർത്താണ് ഇട്ടിരിക്കുന്നത്. അത് 1.5 ആണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അതാണ് ലൈറ്റ് സർക്യൂട്ടും ഞാൻ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇൻവെർട്ടറും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന് 1-ൻ്റെ വയറാണ്. ഇതെല്ലാം പ്രത്യേകം എർത്തും ചെയ്തിട്ട് ഞാൻ DV-ലോട്ട് ഇടുന്നു, വലിച്ചിട്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ. പക്ഷെ മിക്ക വീട്ടിലും അങ്ങനെ ചെയ്യാറില്ല. ഞാനൊരു കാര്യം പറഞ്ഞു, ചില വീട്ടിലൊന്നും അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഞാൻ ചില വീട്ടിലുള്ള കംപ്ലൈൻറ്റ് ഒന്നും ഞാൻ ചെക്ക് ചെയ്യാൻ പോയിട്ടുണ്ട്. അവിടെ ചെയ്ത് വെച്ചിരിക്കുന്നത് ഒരു 1.5 വയർ വലിക്കുകയോ എല്ലാം വെച്ചിട്ട് അതിൽ നിന്ന് ലൂപ്പിയാണ് DV-ലോട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കുള്ള ഒരു എർത്തിങ്, അതായത് 2 ohm ആണെന്നാണ് നിയമം. അത് നമ്മൾ AC ഡെവലപ്മെൻറ്റ് 2 ohm കിട്ടത്തില്ല. അപ്പോൾ അതിൽ പ്രത്യേകം എർത്തിങ് ചെയ്തിട്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആ രീതിക്കാണ് നമ്മളിവിടെ ചെയ്യുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഒരു ബെഡ്റൂമിൽ മാത്രമേ വലിച്ചിട്ടുള്ളൂ. ബാക്കിയെല്ലാം കൂടെ വരുമ്പോഴേക്കും ഒത്തിരി വയറ് വരും. വയറ് കൂടുതലാവും, ഇച്ചിരി വയറ് കൂടുതലായിരിക്കും. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ഇലക്ട്രിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് അതിന് ലാഭം നോക്കരുത്. നാളെ നമുക്കത് വേണ്ടതാണ്. കാര്യം ഇതെന്ന് പറഞ്ഞാൽ ഒരു അപകടം പിടിച്ച പണിയാണ്. അപ്പോൾ അതിൻ്റെ രീതി നമ്മളിപ്പോൾ 1-2 വർഷമല്ല വേണം, നമുക്കൊരു 10, 50 വർഷം, 100 വർഷം നമുക്ക് വേണം. അപ്പോൾ അതിൽ ലാഭം നോക്കാതെ അതിൻ്റെ രീതിയിൽ നല്ലൊരു ഇലക്ട്രീഷ്യനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതായിരിക്കും എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെസ്റ്റ്. ശരിക്കും പറഞ്ഞാൽ ടൈല് പൊട്ടും, ഗ്ലാസ് പൊട്ടും. ഈ ഒരു കേസിൽ അങ്ങനെ ഒരു വേസ്റ്റേജ് നമ്മൾ ഭിത്തി വരെ പൊട്ടാം. ഈ ഒരു കേസിൽ അങ്ങനെ ഒരു വേസ്റ്റേജ് ഇല്ല. ചിലപ്പം ഒരു കോയിൽ എക്സ്ട്രാ വന്നാൽ അത് നമുക്ക് ചിലപ്പോൾ ഒരു വേസ്റ്റേജ് നല്ല വേറെ എന്തിനെങ്കിലും ഉപയോഗിക്കാന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ തന്നെ എൻ്റെ ഉപദേശം. നല്ല സമയം എടുത്താലും നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളവരാണ് ഇലക്ട്രിക്കൽ. ഇപ്പം നമ്മൾ പറയുന്ന വയറിങ്ങിനെ കുറിച്ച് മാത്രമാണ്. അപ്പം സ്വിച്ചിൻ്റെ കേസ് നമുക്ക് അടുത്ത പടിയാണ്. അത് ആ സമയത്ത് നമുക്ക് സംസാരിക്കാം. വയറിങ്ങിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തന്ന സൗജന്യ ഒരു ജസ്റ്റ് എന്താ പറയുക ഒരു ഫസ്റ്റ് കോഴ്സ് എന്ന് വേണേൽ പറയാം. അപ്പോൾ സൗജേട്ടാ ബാക്കി നമ്പറും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. സൗജേട്ടാ ഇത്രയും കാര്യങ്ങളൊന്ന് പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഒരാളെ കൂടെ പരിചയപ്പെടുത്താം. സോനു വാടാ. അതായത് ഞാൻ നമ്മുടെ ലൈവിലേ നമ്മുടെ ഇവിടെ ചെയ്യുന്ന അത്യാവശ്യം സെൻസറിങ്, അതുപോലെ ക്യാമറ, ഓട്ടോമേഷൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നു. അത് ചെയ്യുന്നത് സോനുവാണ്. ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവനോട് ഉണ്ടായിരുന്നു. ഇലക്ട്രിക്കൽ എഞ്ചിനീയറാണ്. ഇവർ തുടങ്ങിയൊരു സ്റ്റാർട്ടപ്പാണ് ക്യാൻഡിൽ. അല്ലടാ, നിങ്ങളുടെ ഫേമാണ് ക്യാൻഡിൽ എന്ന് പറയുന്നത്. പ്രോഡക്റ്റിൻ്റെ പേര് ക്യാൻഡിൽ 1 എന്നാണ്. അതെ, ഹോം ഓട്ടോമേഷൻ്റെ പ്രോഡക്റ്റ്സ് എല്ലാം നമ്മൾ ക്യാൻഡിൽ 1 എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ തന്നെ ചെയ്യുന്നുണ്ട്. എല്ലാ പ്രൊഡക്ട്സും ഉണ്ട് അല്ലേ? അത് നമ്മൾ ടച്ച് ബേസ്ഡ് ഓട്ടോമേഷൻ ഉണ്ട്. അതുപോലെ തന്നെ സ്വിച്ച് ബോക്സിൻ്റെ അകത്ത് വെക്കാൻ പറ്റുന്ന റെട്രോഫിറ്റ് ആയിട്ടുള്ള ഓട്ടോമേഷൻ മോഡ്യൂൾസ് ഉണ്ട്. പിന്നെ സെൻസറുകളുണ്ട്. ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ സൊല്യൂഷൻസും നമുക്ക് വീടിന് വേണ്ടി ഉള്ളത് നമ്മുടെ ഓട്ടോമേഷൻ പ്രോഡക്റ്റ്സ് തന്നെ ചെയ്യാൻ പറ്റും, ഇവിടെ കൊടുക്കാൻ പറ്റും. പിന്നെ അജയ് ചേട്ടൻ്റെ ഇവിടെ നമ്മൾ ഇപ്പോൾ സർവൈലൻസ് സിസ്റ്റം ഉണ്ട്, സെക്യൂരിറ്റി ഉണ്ട്, ഓട്ടോമേറ്റഡ് ഗേറ്റ്സ് ഉണ്ട്, എല്ലാം കൂടെ ഓവറോൾ കംപ്ലീറ്റ് ആയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ കാരണം ക്യാൻഡിൽ എന്ന് പറഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കൽ ഫാമാണ്. ഇലക്ട്രിക്കൽ വർക്ക് ഇൻഡസ്ട്രിയിൽ വരുന്ന എല്ലാ വർക്കുകളും, ഈവൻ ഇലക്ട്രിക്കൽ കോൺട്രാക്ടിങ് തൊട്ട് കൺസൾട്ടേഷനും, അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി സിസ്റ്റംസ്, ഡാറ്റ നെറ്റ്വർക്കിംഗ്, അതുപോലെ നമ്മൾ ഇൻഡസ്ട്രി ലെവലിൽ ചെയ്യാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് ഓഫ് വർക്കുകളും നമ്മുടെ കമ്പനിയുണ്ട്. അതുപോലെ തന്നെ സോളാർ, ലൈറ്റിംഗ് പ്രൊട്ടക്ഷൻ, ഇങ്ങനെ എല്ലാ സർവീസസും ഒരു കുടക്കീഴിൽ. അതാണ് ഞങ്ങളുടെ മോട്ടീവ് തന്നെ. ക്യാൻ ഡു ലിറ്ററലി എവറിത്തിങ് എന്നാണ് ക്യാൻഡിലിൻ്റെ ഫുൾ ഫോം അല്ലേ? ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം, ഓറൻസായി വില്ലേഴ്സിൻ്റെ ഇട്ടേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിവരങ്ങൾ. സോനു താങ്ക് യു സോ മച്ച്. ഇവിടെ ഇത് ജിപ്സമാണ് കേട്ടോ, ജിപ്സത്തിലെ വർക്കാണ്, ഫൈനലായിട്ടില്ല. അപ്പോൾ പറഞ്ഞു വന്നത് വയറിങ്ങിനെ കുറിച്ച് എല്ലാം കിട്ടിയെന്ന് വിചാരിക്കുന്നു. എന്തുകൊണ്ട് ആ പ്രൊഡക്റ്റ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എപ്പോഴും നമ്മുടെ നാട്ടിൽ നമുക്ക് നേരിട്ട് ചെന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ക്വാളിറ്റി, നമുക്ക് നേരിട്ട് കണ്ട് ടെസ്റ്റിങ്ങുകൾ നേരിട്ട് കണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു പ്രസ്ഥാനം. ബാക്കിയൊന്നും മോശമാണെന്നല്ല, അതേസമയം നമുക്ക് നേരിട്ടൊരു പ്രൊഡക്ഷൻ കണ്ട് അവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. അവർ നമുക്ക് കൊറിയറായിട്ട് അയച്ചു തരും കേട്ടോ, വീട്ടിലേക്ക് കൊറിയർ അയച്ചു തരും. എനിക്കിവിടെ അങ്ങനെയാണ് കിട്ടിയത്. അതിൻ്റെ ഒരു ഇൻസ്റ്റാ റീൽസ് പോയിട്ടുണ്ടായിരുന്നു. ടോട്ടൽ ആയിരിക്കുന്നത് 54,880 രൂപയാണ് ടോട്ടൽ എനിക്ക് എമൗണ്ട് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നേരിട്ട് വിളിക്കാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എടുത്തേക്കാം. ഇതാണ് ഇന്നത്തെ വീഡിയോ. പുതിയ ആനന്ദത്തിൻ്റെ വീഡിയോ ആയിട്ട് വീണ്ടും എത്തും. ഇനി ഓരോ സ്റ്റെപ്പുകളായിട്ട് പെട്ടെന്ന് തീരും. എനിക്ക് തോന്നുന്നു 3 മാസം കൊണ്ട് നമ്മൾ കയറും. അപ്പോൾ അതിനായിട്ടുള്ള സംവിധാനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. വീണ്ടും കാണാം മികച്ചൊരു വീഡിയോ. അതുവരേക്കും ഗുഡ് ബൈ.